പുള്ളി ഇതുപോലെ ഒരു ചെറുപ്പത്തിൽ ഇതുപോലെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടോ വന്നൊരു സൂം ക്യാമറ നിക്കോണിൻ്റെ. അപ്പോൾ കൊണ്ടുവന്നിട്ട് പുള്ളി ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ക്രൈസ് കൊണ്ടിട്ട് പറഞ്ഞു, എടാ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ തരുമെന്ന് കേട്ടോ. അപ്പം ഇവൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അത് നിന്നെപ്പോലുള്ള വർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല ക്യാമറ, അതൊക്കെ ഞങ്ങൾ ഫുൾ ഹൈ ക്ലാസ്. അത് ആക്ച്വലി മനസ്സിലാക്കി പുള്ളി പറഞ്ഞിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അതുവരെ ആക്ച്വലി എനിക്ക് ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇവനേക്കാളും വലിയ ചെറിയ ക്യാമറ വരാൻ പോകും. അപ്പോൾ അതിനുശേഷം പുള്ളി ആക്ച്വലി ഒരു മീഡിയ വില്ലേജ് പഠിക്കാൻ പോയി. നമുക്കുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരാൾക്കാരെയും കൈയും കാലൊക്കെ പിടിച്ച് വർക്ക് ചെയ്ത് അത് ഡെലിവിടെ എത്തി. കാരണം ഞാൻ സിനിമയിൽ നിന്നാണ് തുടങ്ങിയത്. സിനിമയിലോട്ട് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഫിലിം സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരാൾ ഇവിടെ വരുന്നതും പിന്നെ സ്ട്രഗിൾ ചെയ്ത് വരുന്നതും അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഫിലിംസിനെക്കാളും കൂടുതൽ ഏണിങ്സ് ആണെങ്കിലും വർക്ക്സ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഡോക്യുമെന്ററീസ് ആണെന്ന് തോന്നി. അതാണ് ഞാൻ അവിടെ സെറ്റിൽ ആയത്. സിനിമയിലേക്കാൾ ഏണിങ്സ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഡോക്യുമെന്ററീസ് ഈസ് ലൈക്ക് ഓൾവേസ് ബെസ്റ്റ്. പക്ഷേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് സോണിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സിനിമ എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു സിനി ലൈൻ ക്യാമറ പറഞ്ഞാൽ സോണി എന്ന് പറയുള്ളൂ. സോണി വെനീസ് 2 അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് സോണിയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഡാർക്ക് ജേണസ് എടുക്കാൻ ഐ തിങ്ക് സോണി ഈസ് ബെസ്റ്റ്. ഓഗസ്റ്റ് 23 റിലീസാവുന്ന കർണിക എന്ന സിനിമയുടെ DOP അഥവാ ക്യാമറമാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക്. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനിമ റിലീസിന് ഒരുങ്ങുന്നത് എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. മുമ്പൊക്കെ ഞാൻ 2 പടത്തിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റൊക്കെ ആയിരുന്നു. ക്യാമറമാനാണോ അതോ? അതെ, ക്യാമറമാൻ. അതെ, ക്യാമറയായിട്ട് തന്നെയാണ്. ഞാൻ ഡയറക്ഷനിൽ അധികം പോയിട്ടില്ല, നമുക്ക് പറ്റാത്തൊരു ഫീൽഡായിട്ട്. സോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് പടമാണ്. 21 ഇറങ്ങുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാമറാമാൻ ആവണം എന്നൊരു ആഗ്രഹം വന്നത്? അത് ആക്ച്വലി ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഷോർട്ടാക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിൽ ഒരാളുണ്ടാവുമല്ലോ ടേണിംഗ് പോയിന്റ്. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്തുള്ള റിവെഞ്ച് ആണ് ആക്ച്വലി ഞാൻ ക്യാമറമാൻ ആയത്. ക്യാമറ വെച്ചിട്ട് തന്നില്ലേ? എക്സാക്ട്ലി, ക്യാമറ വെച്ച് തന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി മിഡിൽ ക്ലാസ് ആണ്. അപ്പം മിഡിൽ ക്ലാസ് പുള്ളി അത്യാവശ്യം ഹൈ ക്ലാസ് ആണ്. എന്നാലും അതാണ്. അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ചെറുപ്പത്തിൽ ഇതുപോലെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടോ വന്നൊരു സൂം ക്യാമറ നിക്കോണിൻ്റെ. അപ്പോൾ കൊണ്ടുവന്നിട്ട് പുള്ളി ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ക്രൈസ് കൊണ്ടിട്ട് പറഞ്ഞു, എടാ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ തരുമെന്ന് കേട്ടോ. അപ്പം ഇവൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അത് നിന്നെപ്പോലുള്ള വർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല ക്യാമറ, അതൊക്കെ ഞങ്ങൾ ഫുൾ ഹൈ ക്ലാസ്. അത് ആക്ച്വലി മനസ്സിലാക്കി 2014-15 ഐ തിങ്ക്. 14-15 അല്ല, DSLR ഒക്കെ ഉണ്ട്, ആ ടൈമിലുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാനൻ്റെ 70D ഒക്കെ റിലീസ് ചെയ്ത സമയമാണത്. 5D മാർക്ക് അല്ല, അതിന് ശേഷം 5D മാർക്ക് 4 റിലീസ് ചെയ്തത്. അങ്ങനെ സോണിയിൽ നിന്ന് ആക്ച്വലി കേരളത്തിലെ ഒരു DSLR ക്യാമറ. അതെ ആ വന്നോട് സമയത്ത് അതായത് നമ്മുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ സെറ്റപ്പ് ഇല്ലേ, അന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള. അതെ. അപ്പൊ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടുണ്ട്. അതെ കമന്റ് മീ സപ്പോർട്ട് മീ ബ്രോ സെറ്റപ്പ്. അപ്പോൾ ആ സാധനം. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് പറ്റാത്തോണ്ട് ഞാൻ അതുവരെ ആക്ച്വലി എനിക്ക് ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇവനേക്കാളും വലിയ ചെറിയ ക്യാമറ വരാൻ പോകും. അപ്പോൾ അതിനുശേഷം പുള്ളി ആക്ച്വലി ഒരു മീഡിയ വില്ലേജ് പഠിക്കാൻ പോയി. നമുക്കുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരാൾക്കാരെയും കൈയും കാലൊക്കെ പിടിച്ച് വർക്ക് ചെയ്ത് അത് ഡെലിവിടെ എത്തി. അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചൊരു ക്യാമറ ഏതാണ്? ഞാൻ ആദ്യമായിട്ട് ഡ്രോണാണ് മേടിച്ചത്. മേടിച്ചത് കാരണം ഞാൻ അന്ന് കൂടുതലും ഡ്രോണിൽ കുറച്ച് ഫോക്കസ് ചെയ്ത്. കാരണം ക്യാമറ വഴി പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എത്താനായിട്ടുള്ള ദൂരം ഭയങ്കര കൂടുതലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് അങ്ങനെയൊക്കെ ചെയ്ത് പോകണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡ്രോൺ ആക്ച്വലി അന്ന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഡ്രോൺ കൂടുതൽ ആൾക്കാർ വെഡ്ഡിങ്ങിനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രിവാൻഡ്രത്ത് ജിതിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്. പുള്ളിയുടെ പടമാണ് അജയൻ്റെ 2ാം മോഷണം ടോവിനോനെ വെച്ചിട്ട്. അപ്പോൾ പുള്ളി എൻ്റെ ഒരു വർക്ക് കാണുകയും പുള്ളി എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ 2 ബോക്സ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ ഞാൻ കുറച്ച് പടവും ചെയ്തായിരുന്നു. അപ്പം മറ്റേ കൽക്കിയിലൊക്കെ ഞാൻ ഡ്രോൺ ചെയ്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അസ്കർ അലിയുടെ ജീംബുംബ എന്ന് പറഞ്ഞ പടം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് ഡ്രോൺ ആക്ച്വലി അതൊരു എനിക്കൊരു കയറിപ്പെടാനുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മെയിൻലി ക്യാമറ ആണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ ഓരോ DOPസിനെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട സുദീപളം നമ്മളെ എപ്പനും കുശിയുടെ ക്യാമറമാൻ. പുള്ളിനെ പരിചയപ്പെട്ടു. പുള്ളിയുടെ 18ാം പടിയിൽ കുറച്ച് ഷെഡ്യൂൾ വർക്ക് ചെയ്തു. 3rd ക്യാമറമാൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. സൈഡിൽ നിന്ന് ചേട്ടാ മറ്റേ ഷോട്ടൊക്കെ നോക്കി അങ്ങനെ ഇത് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഈ ജിതിൻ ലാലിൻ്റെ കെയർ ഓഫിൽ തന്നെ നമ്മുടെ മേജർ സാറിൻ്റെ മോൻ അർജുൻ രവി
പുള്ളിക്കാരൻ കുംഫു മാസ്റ്റർ എന്ന എബ്ലിഷൻ്റെ ഒരു പടം ഫസ്റ്റ് പടമാണ് പുള്ളിയുടെ. അതിൽ ഞാൻ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അസോസിയേറ്റ് ക്യാമറ ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പടം. അങ്ങനെ അത് ചെയ്തു. പിന്നെ അതിനുശേഷം കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ഡോക്യുമെൻ്ററീസ് ഉള്ള കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ BBC വേണ്ടി വർക്ക് ചെയ്തു. പിന്നെ BBC സ്ഥിരം വർക്കായി. നാറ്റ് ജിയോ, ഡിസ്കവറി, ഫ്രീലാൻസ് ആയിട്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഓരോ ഏജൻസികൾക്ക് സബ് കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങോട്ടങ്ങ് സെറ്റിലായി. അങ്ങനെയാണ് പിന്നീട് ലൈഫ് അങ്ങനെയായി. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വഴി ഇതിൻ്റെ ഡയറക്ടർ അരുൺ മുമ്പല സാറിനെ വിളിക്കുകയും ഇങ്ങനത്തെ ഒരു പടം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുകയും ഇങ്ങനെ ഒരു സൂപ്പർ അത് ശരി ചെയ്യാം, ഇതൊരു ട്രൈ ചെയ്ത സാധനമല്ലേ പുള്ളി. കാരണം എൻ്റെ കുറച്ച് ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് ആക്ച്വലി ഈ സിനിമയുടെ കർണിക എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആക്ച്വലി ഇരുളിൻ്റെ രാജകുമാരി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പേര്. അപ്പോൾ അത് യൂട്യൂബിൽ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പടം ഇറങ്ങുന്നുണ്ട്. അപ്പം ആ ഒരു അതെ അതിൻ്റെ കാരണം ആ പടം നമ്മുടെ അതിൻ്റെ പ്രൊഡ്യൂസറായ സോഹൻ റോയ് സാർ കണ്ടു. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഫ്രണ്ടാണ് നമ്മുടെ പടത്തിൻ്റെ മെയിൻ നായകൻ കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആൾ കർണൻ. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടാണ് ഈ സോഹൻ റോയ് സാർ. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞു, ഇതൊരു ചെറിയ പടം ആക്കേണ്ടല്ലോ, ഷോർട്ട് ഫിലിം ആക്കേണ്ടല്ലോ, നമുക്ക് ഫീച്ചർ ഫിലിം ആക്കണമെന്ന് കരുതി പുള്ളി ചെയ്തതാണ്. അപ്പം നമ്മുടെ ഡയറക്ടർ സാർ അന്ന് നമ്മളൊരു DOP അന്വേഷിക്കണം, ഒരു നൈസായിട്ട് ഇങ്ങനത്തെ ഒരു ജേണറാണ്. നമുക്ക് അവർക്ക് സത്യം പുതുമുഖം എന്ന് പറയുമ്പോൾ അറിയാലോ, അവർക്ക് വലിയ വലിയ ക്യാമറമാൻ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾ പടം ചെയ്തിട്ടുണ്ടാവും, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എൻ്റെ 2-3 ഇതുപോലെ ഡോക്യുമെന്ററീസ് ഒക്കെ BBC വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പുള്ളി കണ്ടപ്പം വിചാരിച്ച് കാണാൻ ഞാൻ ഭയങ്കര ഗഡിൽ ഉടച്ചാക്കത്രൊന്നും ഇല്ല. അത് എന്നാൽ കഴിയുന്ന മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, ഒരു വെളുപ്പാങ്കാലത്ത് വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുവരെ ട്രൈ ചെയ്ത ഫീൽഡിൽ ട്രൈ ചെയ്തോക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ തുടർന്നും ക്യാമറാമാനായിട്ട് ഫിലിമിൽ തുടരാനാണോ ആഗ്രഹം, അതോ? എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡോക്യുമെന്ററീസ്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫ് ഇൻസിഡന്റ് ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ അത്ര ഒരു ഇത് ഫിലിംസിലുണ്ട്. പക്ഷേ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി ഐ വിൽ ഡു. സോ അതാണല്ലോ നമ്മുടെ മെയിൻ. കാരണം ഞാൻ സിനിമയിൽ നിന്നാണ് തുടങ്ങിയത്, സിനിമയിലോട്ട് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഫിലിം സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരാൾ ഇവിടെ വരുന്നതും പിന്നെ സ്ട്രഗിൾ ചെയ്ത് വരുന്നതും അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഫിലിംസിനെക്കാളും കൂടുതൽ ഏണിങ്സ് ആണെങ്കിലും വർക്ക്സ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഡോക്യുമെന്ററീസ് ആണെന്ന് തോന്നി. അതാണ് ഞാൻ അവിടെ സെറ്റിൽ ആയത്. സിനിമയിലുള്ള ഏണിങ്സ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഡോക്യുമെന്ററീസ് ഈസ് ലൈക്ക് ഓൾവേസ് ബെസ്റ്റ്. ഡോക്യുമെന്ററീസ്, അഡ്വർടൈസ്മെന്റ് ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ BBC-ക്കും നാറ്റ്ജിയോയ്ക്കും വേണ്ടി മാത്രം 200+ ഡോക്യുമെന്ററീസ് ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ ആക്ച്വലി വേൾഡ് വൈഡ് പോയിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ക്യാമറമാൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. എക്സാക്ട്ലി. നമുക്ക് സിനിമ തന്നെ ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്കൊരു ഞാൻ ക്യാമറമാൻ ആയത് എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല എന്ന് നമ്മുടെ എനിക്ക് മറ്റേ അങ്ങനെ വെറുതെ പറയുന്നില്ല. ആക്ച്വലി എന്നെ സമയത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തൊരു സാധനം കണ്ടിട്ട് ഒരാൾ അയച്ചു ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇവനാരാ ക്യാമറമാൻ എന്ന് പറയുന്നത് എന്ന് പറയരുത്. ഇത് കണ്ടിട്ട് കൊള്ളാം, സംഭവം രസമുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഇൻകം ആക്ച്വലി. സോ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡോക്യുമെന്ററീസിലാണ്. കാരണം ഫിലിംസിൽ വന്നാൽ തന്നെ ഡയറക്ടേഴ്സിൻ്റെ സജഷൻസ് ഉണ്ടാവും, പ്രൊഡ്യൂസർ സജഷൻ. അത് എനിക്ക് തോന്നുന്നില്ല DOPക്ക് എനിക്ക് തോന്നുന്നില്ല DOPകൾക്ക് എത്രമാത്രം ഫ്രീഡം ഒരു പടത്തിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവർക്കൊരു ഷോട്ട് ഇഷ്ടപ്പെട്ടവരെ കമ്പോസ് ചെയ്ത് വരുമ്പോൾ ഡയറക്ടർ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഡോക്യുമെന്ററീസും അഡ്വർടൈസ്മെന്റ് അങ്ങനെയല്ല. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് വർക്ക് ചെയ്താണ്? ഫേവറേറ്റ്സ് എല്ലാം ഫേവറേറ്റ്സ് ആണ്. ഞാൻ ജീപ്പിന് വേണ്ടിയിട്ട് ഒരു ഡോക്യായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീപ്പ് മെറിഡിയൻ സീരീസിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്ററി സീരീസ് ആയിട്ടുണ്ടായിരുന്നു. അത് റിയൽ ലൈഫ് ആൾക്കാരുണ്ട്. കാരണം അഡ്വർടൈസ്മെന്റിലെ ജീപ്പ് ഇങ്ങനെ മലയിൽ കൂടെ കുന്നും മലയും ഇടിച്ചിറക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് മനസ്സിലാവും ഫേക്ക്. ലൈക്ക് ഇത് നമ്മളിങ്ങനെ ഓടിക്കുന്നില്ലല്ലോ, നമ്മൾ കാർ എടുത്തിട്ട് മലയിൽ കയറാൻ പോകുന്നില്ല, നമുക്ക് റോഡിൽ കൂടെ ഓടിച്ചാൽ പോരെ. അപ്പോൾ ഈ ഡോക്യു ആഡ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ റിയൽ ലൈഫിൽ ഉള്ള ആൾക്കാരെ കൊണ്ടുവരും. അതിപ്പോൾ ഞങ്ങൾ സോഷ്യലി കുറച്ച് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യലി ഇപ്പം ജീപ്പ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡർ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ് റോഡേഴ്സാണ്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വെച്ച് ഞങ്ങളതൊരു സാധനം ചെയ്തു. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് കാണുന്ന വേറൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിരിക്കും, ഇതിന് ഇത്ര ബൂട്ട് സ്പേസ് ഉണ്ട്, ഇങ്ങനെ ഓഫ് റോഡ് പോവാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോകണം. അവിടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്തുകൊണ്ട് യൂസ് ചെയ്യാം, മലയിൽ ഇടിച്ച് കയറ്റാം, കുളത്തിലോട്ട് ഇടിച്ച് ഇറക്കാം, എന്തുകൂടെ ചെയ്യാം. സോ ആ ഒരു ഫ്രീഡം ആണ് എനിക്ക് വേണ്ടത്. അത് എക്സാക്ട്ലി എനിക്ക് ഫിലിമിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്ടറിനായിട്ട് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്, സാർ എനിക്ക് ഫ്രീഡം വേണം എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം, അത് എടുത്തോ, രീതിയിൽ ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആംഗിൾ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തത് ബ്രോ തന്നെയാണോ? അതെ. പക്ഷെ പുള്ളി പറയും, പുള്ളി ഇങ്ങനെ വന്നിട്ട് ഒരു ഷോട്ട് പറയും, എടാ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം. പക്ഷെ അത് കാണുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഒരാൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ട്, ആ ഫീൽ ഇങ്ങനെ വരണം. അല്ലെങ്കിൽ ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓഡിയൻസ് കാണുന്ന പോലെ ആയിരിക്കണം ആ ഷോട്ട് എന്ന് പുള്ളി പറയും. കാരണം പുള്ളിയുടെ മൈൻഡിൽ ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിനെ എന്നാൽ കഴിയുന്ന ഇത് എക്സാജറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയി കൊടുക്കുക. ദാറ്റ്സ് മൈ ജോബ്.
എന്നാൽ ഇതിൽ ഏറ്റവും ചലഞ്ച് ചെയ്തൊരു സീൻ ഏതായിരുന്നു? ചലഞ്ച് ചെയ്തൊരു സീൻ ഇതിനകത്ത് നമ്മുടെ നായകനായിട്ടുള്ള കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രാത്രി ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതായിരുന്നു ഏറ്റവും ചലഞ്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ടെക്നിക്കൽ സൈഡ് സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഈ പടം ഞങ്ങൾ ഷൂട്ടിങ്ങിന് FX3 എന്ന് പറഞ്ഞൊരു ക്യാമറയിലാണ്. സോണി FX അത് നിങ്ങൾക്കറിയാം, ചെറിയൊരു ക്യാമറയാണ്. ആക്ച്വലി നമ്മുടെ ഈ ഇതേപോലത്തെ DSLRs പോലെ, ഐ മീൻ നമ്മുടെ ഈ മിറർലെസ് ക്യാമറ പോലെയുള്ള മിറർലെസ് ആക്ച്വലി നോ, അതൊരു സിനിമ ലൈൻ ക്യാമറയാണ്, പക്ഷേ അത് മിറർലെസ് ക്യാമറയാണ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വെഡിങ്സിന് ആൾക്കാർ കൂടുതൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലല്ല, എൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഫ്രം ബാംഗ്ലൂർ. അതെ, എൻ്റെ പേഴ്സണൽ യൂണിറ്റ് ഉണ്ട്. പേഴ്സണൽ വെച്ചാൽ എൻ്റെ സ്വന്തം യൂണിറ്റ് അല്ല, ഞാൻ എപ്പോഴും എൻ്റെ വർക്ക്സ് ആൻഡ് സയൻസ് യൂണിറ്റ്സ് ഉണ്ട്, അതെല്ലാം ബാംഗ്ലൂരിൽ. ഇതിൽ കംപ്ലീറ്റ് ടെക്നീഷ്യൻസ്മാർ, ലൈറ്റ് ക്യാമറ എല്ലാം ഫ്രം ബാംഗ്ലൂർ എന്നായിരുന്നു. എനിക്ക് അവിടെ ഒരു വെണ്ടർ ഉണ്ട്, അപ്പോൾ പുള്ളിയുടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ ഒരു പടമല്ലേ, ഈ FX എന്ന ക്യാമറയിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, ദ ക്രിയേറ്റർ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ഹോളിവുഡ് പടമാണ്, ദ ക്രിയേറ്റർ. അത് കണ്ടു നോക്കിയാൽ മതി. ക്യാമറ ഇത്രേ ഉള്ളൂ ആക്ച്വലി. നമ്മുടെ SLR ഇപ്പം സോണിയുടെ A7S4 അല്ലെങ്കിൽ A7S3 അതിൻ്റെ അത്രേ ഉള്ളൂ, A7M4 അതിൻ്റെ അത്രേ ഉള്ളൂ ക്യാമറ. അപ്പോൾ ആ ക്യാമറയിൽ ആ പടം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തിനാണ് നമ്മൾ ഈ വലിയ വലിയ ക്യാമറയുടെ പുറകെ പോകുന്നത്? നമുക്ക് ഈ ഒരു ചെറിയൊരു ക്യാമറ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതല്ലേ നല്ലത്, കോസ്റ്റ് എഫിഷ്യൻറ്റ്. അപ്പോൾ എന്നെ സമയത്തോളം ക്യാമറയിലല്ല കാര്യം, ലൈറ്റ്സിലാണ് കാര്യം. കാരണം എല്ലാ ആൾക്കാരും നൈറ്റ് ആണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ അല്ലേ, ഒരു ക്യാമറമാൻ ഏറ്റവും പാടാണ് നൈറ്റ്. ഈ പടത്തിൽ ഫോക്കസ് പുള്ളർ ഇല്ല, എല്ലാ പടത്തിലും ഫോക്കസ് പുള്ളർ ഉണ്ട്, ഈ പടത്തിൽ ഫോക്കസ് പുള്ളർ ഇല്ല. ഞാൻ തന്നെയാണ് ഫോക്കസ് പുള്ളർ, ഞാൻ തന്നെയാണ് ക്യാമറമാൻ. അപ്പോൾ എത്ര ടേക്ക് വരെ പോയിണ്ടാവും ഒരു സീനൊക്കെ? ഈ നൈറ്റ് ഷോട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഓട്ടോ ഫോക്കസും പിന്നെ അത്യാവശ്യം ഞാൻ എൻ്റെ മാനുവൽ ഫോക്കസും ഞാനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറയില്ല, ഡോക്യുമെന്ററീസ് എപ്പോഴും റിയൽ ലൈഫ് സാധനമായിട്ട് ഞാൻ യൂസ്ഡ് ആണ്. പെട്ടെന്ന് ക്യാരക്ടർ, കാരണം റിയൽ ലൈഫ് ക്യാരക്ടർ ഷൂട്ട് നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ഷിഫ്റ്റിംഗ് എല്ലാം ഭയങ്കര ഞാൻ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാം അതിന്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഈ നൈറ്റ് ഷോട്ട് വന്ന സമയത്താണ്, ഇതൊരു ഫൈറ്റ് സീനാണ്, അപ്പോൾ എനിക്ക് ക്യാമറ അതിനനുസരിച്ച് മൂവ് ചെയ്യണം. കാരണം അവിടെ നമ്മൾ ഗിംബലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫൈറ്റ് സീൻ ആൾക്കാർക്ക് ആ ഒരു ഇമ്പാക്റ്റ് തോന്നുന്ന കുറച്ച് ഷെയ്ക്ക് വേണം. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഷോൾഡർ പാഡിലാണ് ക്യാമറ വെച്ചിട്ട്, അതേസമയം ഞാൻ ഫോക്കസ് ചെയ്യണം. അതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് പാർട്ട്. പക്ഷേ 2-3 ടേക്ക് പോയെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തെടുത്തു. ആക്ച്വലി ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാമറ ഏതാണ്? എനിക്കെല്ലാം ഫേവറേറ്റ് ആണ്. അല്ല, ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ യൂസ് ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാർ യൂസ്ഫുള്ളുകളായിരിക്കും. പക്ഷേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് സോണിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സിനിമ എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു സിനി ലൈൻ ക്യാമറ പറഞ്ഞാൽ ഞാൻ സോണി എന്ന് പറയുള്ളൂ, സോണി വെനീസ് 2 അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് സോണിയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഡാർക്ക് ജേണസ് എടുക്കാൻ ഐ തിങ്ക് സോണി ഈസ് ബെസ്റ്റ്. ഇതെന്റെ സജഷൻ ആണ്, ബാക്കി എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ഡോക്യുമെന്ററീസും സോണി ഈസ് ഓൾവേസ് ബെറ്റർ. ബിക്കോസ് കാനൺ പോലെ അല്ല സോണി. കാരണം സോണി എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്, ഈസിയാണ്. ഇല്ല, വൈൽ കമ്പയറിംഗ് ടു അതേഴ്സ് ഇറ്റ്സ് ഓക്കെ. അത് നമുക്കൊരു ആക്ച്വലി കോസ്റ്റ്ലി എന്ന് പറയില്ല. നമുക്കതൊരു ഫിക്സഡ് ഇൻകം തരുന്ന സാധനമാണ്, അല്ലെങ്കിൽ അതൊരു ലയബിലിറ്റി അല്ല, അതൊരു അസറ്റാണ് ആക്ച്വലി. നമ്മളിപ്പോൾ അവർ ക്യാമറ അതിൻ്റെ ഒരു ഫുൾ കിറ്റ് ലെൻസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്ര കാലം വേണം യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. വിയർ ആൻഡ് ടയർ ഹാപ്പൻസ്, ലൈക്ക് ആ ഒരു സാധനം വരും, യൂസ് ചെയ്യുന്നതോറും ഉള്ള സാധനങ്ങൾ വരും, പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ക്യാമറ സോണിയാണ്. കാരണം ഞാൻ ആക്ച്വലി ക്യാനണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ക്യാമറ ഞാൻ യൂസ് ചെയ്തത് ഐ തിങ്ക് ക്യാനൺ 70D, പിന്നെ 6D, പിന്നെ 5D Mark IV, പിന്നെ 1DX2. അന്ന് ആ സമയത്ത് 1DX Mark II ഒക്കെ ഇറങ്ങിയ സമയത്താണ് സോണി അതൊരു RX10 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ മിറർലെസ്സിലെ റെവല്യൂഷൻ കൊണ്ടുവന്ന സമയത്തേക്ക് ഞാൻ അങ്ങോട്ട് ചാടി. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു സോണി. ഈസ് ലൈക്ക് എന്ന് വെച്ചാൽ ബാക്കി ക്യാമറ മോശമല്ല, ഇല്ല അങ്ങനെയല്ല. ക്യാനൺ ഈസ് ലൈക്ക് സ്റ്റിൽ ഇൻ മൈ ലിസ്റ്റ്, ബട്ട് നോട്ട് ആസ് ലൈക്ക് സോണി. അതുകൊണ്ടാണ്, കാരണം നിങ്ങൾക്ക് ക്യാനൺ ഈസ് ലൈക്ക് ബെറ്റർ ഫോർ സ്റ്റിൽ. ഐ തിങ്ക് സോണി ഈസ് ബെറ്റർ ഫോർ വീഡിയോ. നിക്കോൺ ആണെങ്കിലും ലൈക്ക് ഇറ്റ്സ് നൈഗൺ, ലൈക്ക് അത് വൈൽഡ് ലൈഫിന് അടിപൊളിയാണ് നിക്കോൺ, അതിൻ്റെ സാച്ചുറേഷൻ ഐ ലൈക്ക് ദാറ്റ്. പക്ഷേ ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, എവറിത്തിങ് ഐ ലൈക്ക് സോണി. ആൻഡ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ആരിയിൽ ഷൂട്ട് ചെയ്യുള്ളൂ, ആരി SXT ഓർ LF whatever. നമ്മുടെ ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, ഡയറക്ടറുടെ നിന്നുള്ളൊരു ഇതില് എല്ലാം ആക്ച്വലി പുതിയ ആക്ടേഴ്സാണ്, ലൈക്ക് എല്ലാം പുതുമകളാണ്. നമ്മുടെ പ്രിയങ്ക ചേച്ചി ഉണ്ടല്ലോ, ഉണ്ട് പുള്ളിക്കാരത്തി എക്സ്പീരിയൻസ് ആണ്. പുള്ളിക്കാരത്തി അറിയില്ല, പുള്ളിക്കാരത്തി എന്നാണ് നമ്മളൊന്ന് പറയണ്ട. ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഷോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഓക്കെ ഓക്കെ അരുൺ ഇതല്ലേ, ഓക്കെ എന്താണ് വേണ്ടത്, ഇങ്ങനെ പുള്ളിക്കാർ ചോദിക്കും. എന്താണ് വിഷമാണോ ആക്ച്വലി? അപ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ പറയും, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സീനാണ്, ഇപ്പോൾ മുഖത്ത് ഈ സാധനമാണ് പറയുന്നത്, ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ കണ്ണടച്ച് കുറച്ച് നിന്നിട്ട് റെഡി. ആ റെഡി പറയുമ്പോൾ ഞാൻ റോൾ ചെയ്താൽ മതി, സെറ്റാണ്. പിന്നെ ആ സാധനം പൊക്കണം. പുള്ളിക്കാരത്തി നമുക്ക് ടെൻഷനില്ല. പക്ഷെ ബാക്കിയുണ്ടെന്ന കൂടെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ പോലും പുള്ളിക്കാരത്തെ അവിടെ ഒരു ധൈര്യം കൊടുത്തു. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ആലോചിക്കേണ്ട, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ആലോചിച്ച് അഭിനയിച്ചോ എന്നുള്ള രീതി പറഞ്ഞ് അവർക്കായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻറ്റ് കൊടുത്തു.
അങ്ങനെ അവർ വർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ പറയാം, ഈ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ സെയിം ക്രൂ തന്നെയാണ്, കാസ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് അവർക്ക് അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പം പിന്നെ പുള്ളി സ്ക്രിപ്റ്റിൽ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ഡയറക്ടർ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ പറയാം, എടാ എനിക്ക് ഈ എക്സ്പ്രഷൻ ഈ സാധനം അത് പക്ഷേ ആർട്ടിസ്റ്റുകൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടെൻഷൻ ആക്ച്വലി നമുക്ക് എല്ലാം ഒരു പുതുമുഖങ്ങളാണ് അവർ ചെയ്ത് തെറ്റി കൊളാക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോട്ട് ലൈക്ക് എവറി ഫിലിം അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ ഈ പടം ആക്ച്വലി 1.5 മാസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ഈ സിനിമ എല്ലാം ഷൂട്ട് ഒറ്റ ക്യാമറ വെച്ചാണോ അതോ? യെസ്, ഒറ്റ ക്യാമറ. ഈ പടത്തിൽ ഒറ്റ ക്യാമറ, ഒറ്റ ക്യാമറ, ക്ലോസും വൈഡും മിഡും എല്ലാം പോയി ഒറ്റ ക്യാമറയിലാണ്. കുറച്ച് ചലഞ്ചിങ് ആണ്. കാരണം ഞാനൊരു വൈഡ് ഷോട്ട് എടുക്കണം, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ ക്ലോസിൽ പോകണം. സോ ഇനിഷ്യലി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ സീനിയുടെ ലൈറ്റിംഗ് ഞാൻ ഓൾറെഡി ചെയ്തിടും. എന്നിട്ട് അടുത്ത സീനിലുള്ള ലൈറ്റിംഗ് ഞാൻ എൻ്റെ അസോസിയേറ്റ്സിന് വേണ്ടി അവിടെ സെറ്റാക്കിയിടും. സോ ഞാൻ ആദ്യം മൊത്തം മാസ്റ്റർ മൊത്തം വൈഡ് മൊത്തം ഈ ഒരു ഷോട്ടിൽ പോയിട്ട് അതിന് തന്നെ എൻ്റെ അസോസിയേറ്റ്സിനെ വെച്ചിട്ട് ഞാൻ നേരെ എൻ്റെ ക്യാമറ വീണ്ടും കൊണ്ടുവന്ന് ക്ലോസിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ എടുക്കും. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവരും തെറ്റിക്കാതെ ചെയ്യണം, എന്നാൽ മാത്രമേ ആ സാധനം പറ്റുള്ളൂ. കാരണം നമ്മൾ 2 ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. കാരണം ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ മാക്സിമം നമ്മൾ പെട്ടെന്ന് തീർത്തു. കാരണം നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പോയി, ഇതിൽ മോസ്റ്റ്ലി 90% ഡേ ആൻഡ് നൈറ്റാണ് പോയിരിക്കുന്നത്. കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ആർട്ടിസ്റ്റുകളെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് എനിക്ക് തലവേദനയില്ലായിരുന്നു. ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറേ ഡേക്ക് പോയി, ഇത് 1 വർഷമായാലും പടം കഴിയത്തില്ല സിറ്റുവേഷൻ ആവും. പക്ഷേ നമ്മളൊരു 1.5 മാസം കൊണ്ട് ഷൂട്ട് തീർത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പോസ്റ്റ് പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളുണ്ട്, പാച്ച് ഷൂട്ട്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആസ് എ ക്യാമറമാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, ഒരു ദിവസം നമുക്ക് എത്ര മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു സിനിമയുടെ? ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ടേഴ്സ് ആൻഡ് ദ ക്രൂ. എങ്കിലും ഒരു മിനിമം ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എത്ര മിനിറ്റ് ഒരു ദിവസം ഷൂട്ട് ചെയ്യാം? ഇല്ല, അതാ പറഞ്ഞത്, അത് ഡിപ്പെൻസ് ആണ്. അത് തന്നെ നമ്മളിപ്പോൾ ആ സിനിമ അതേ ഒരു ഫ്ലോയിലല്ല ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആണെങ്കിൽ ദംഗൽ സിനിമയുടെ ക്ലൈമാക്സ് ആണ് അവർ ആദ്യം എടുത്തത്. അതായത് ആ പടത്തിൽ കുടവേറുള്ള അമീർ ഖാനെയാണ് ഫസ്റ്റ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി 6 പാക്ക് ഒക്കെ ആയിട്ട് വരും. അത് അതിന് ശേഷം നടത്തിയ ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് 7 മിനിറ്റാണ് നമുക്ക് ഒരു ദിവസം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയില്ല, അത് എനിക്കറിയില്ല. പക്ഷേ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്രൂ ആൻഡ് കാസ്റ്റ് ആൻഡ് ഡയറക്ടർ. കാരണം ഡയറക്ടർ ഭയങ്കര കിട്ടുന്ന ഡയറക്ടറൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാൻ എബ്രിഡ്ഷൻ സാർ, ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്യണം കുംഫു മാസ്റ്റർ. പുള്ളി ചിലപ്പോൾ 2 സീനൊക്കെ ഒരു ദിവസം തീർക്കും, 2-3 സീനൊക്കെ തീർക്കും. കാരണം പുള്ളിക്ക് അറിയാം പുള്ളിക്ക് എന്താ വേണ്ടത്. കാരണം പുള്ളി ഇപ്പോൾ ഡയറക്ടർ എന്നുള്ളൊരു പുള്ളി ഒരു എഡിറ്ററും കൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിയുടെ മനസ്സിലറിയാം എവിടെയാണ് കട്ട് വരേണ്ടത്, എവിടെയാണ് ഇത് വരേണ്ടത്. സോ ആ ഒരു സാധനം പുള്ളി കട്ട് വിളിക്കും. എന്നിട്ട് അത് അപ്പോൾ തന്നെ സ്പോട്ട് ചെയ്ത് ചെയ്യാൻ നേരത്തെ സംഭവം സെറ്റായി. ആർട്ടിസ്റ്റുകളെ വേറെ എക്സ്ട്രാ പണി എടുപ്പിക്കുന്നില്ല. കാരണം ചില സിനിമകൾ നമ്മൾ കഴിഞ്ഞാൽ ഈ സീൻ മൊത്തത്തിൽ നീ അഭിനയിച്ചാൽ നമ്മൾ ആവശ്യമുള്ള കട്ട് എടുക്കുക എന്ന് പുള്ളി പറയില്ല. പുള്ളി എടാ എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി, എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി എന്നുള്ള രീതിയിലാണ്. അതും നിങ്ങൾ ആലോചിച്ചാൽ ആ കുംഫു മാസ്റ്റർ പടം പുതുമുഖങ്ങളായിരുന്നു ആക്ച്വലി. അതെനിക്ക് തോന്നുന്നത് ആ പടം ലൈക്ക് എനിക്ക് RDXന്റെ മുമ്പ് ഇറങ്ങിയൊരു പടമാണ് ആക്ച്വലി, 3 വർഷം. കാരണം ആ പടത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒറിജിനൽ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അത് ആ പടത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഒരു ഇടിയുണ്ട്. ഇടി കൊള്ളുന്നവൻ ഒഴിഞ്ഞ് മാറുന്നവൻ അവന് ഇടി കിട്ടും. നമ്മുടെ സിനിമയിലെ നോർമൽ സിനിമ അങ്ങനെയല്ല, എല്ലാം ഫേക്ക് അല്ലേ, ഇതിന് ആക്ഷൻ അല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് ഇടി മാറില്ലെന്നുണ്ടെങ്കിൽ അടി കിട്ടും. അപ്പം അത്ര റിയാലിറ്റിയിലാണ് പടം എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പടത്തിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫൈറ്റ് സീനും ഞാൻ സ്ലോ മോയിൽ എടുത്തിട്ടില്ല. കാരണം എല്ലാ പടത്തിലും ഭയങ്കര സ്ലോ മോഷൻ. ഒരുപാട് ഫൈറ്റ് സീനൊക്കെ ഉള്ള സിനിമയാണ്. 2 ഫൈറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഫൈറ്റ് അത്ര എൻഗേജിങ് ആക്കാനായിട്ട് എനിക്ക് സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ട് ചില ഷോട്ട്. ബട്ട് മെജോറിറ്റി ഓഫ് ദ ഫൈറ്റ് ഞാൻ ഫുള്ള് റിയൽ ടൈമിലാണ് എടുത്തേക്കുന്നത്. കാരണം നിങ്ങൾ അതെനിക്ക് കിട്ടിയ റെഫറൻസ് ആണ് സുദീപ് ഇളമൺ DOPയുടെ എന്നാണ്. അയ്യപ്പനെ കുറിച്ച് എന്ന് പറഞ്ഞ പടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരൊറ്റ അടിപൊളി സ്ലോ മോഷൻ ഇല്ല. അയ്യപ്പൻ മോഷൻ പടം നിങ്ങൾ എല്ലാവരുടെയും പുള്ളിയെ പൃഥ്വിരാജും ബിജുമേനും എല്ലായിട്ടുള്ള ഫൈറ്റ് എല്ലാം നാച്ചുറാലിറ്റിയിലാണ്. അപ്പോൾ ആ ഒരു റെഫറൻസ് ഭയങ്കര, കാരണം അത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഇതാണ് അടി എന്ന് തോന്നും. അതെ നമുക്കിങ്ങനെ ഇടിച്ചെന്ന് ഇങ്ങനെ ആക്കണമല്ലോ എന്നുള്ള രീതി ആ ഒരു ഇത് വരില്ല. അത് വന്നത് എനിക്ക് ആ ഒരു ഫീലിംഗ് കണ്ടപ്പോഴാണ്. അല്ലാണ്ട് നമ്മൾ ഈ സ്ലോ മോഷനിൽ ഇങ്ങനെ വരുമ്പോൾ അവർ ഇത് കുറേ നേരം ആയല്ലോ എന്നുള്ള രീതിയിൽ വരും. പക്ഷെ അതങ്ങനല്ല. അപ്പം ആ ഒരു സാധനം എനിക്ക് ഇവിടെയും കൊണ്ടുവരാൻ തോന്നി. എൻ്റെ ഡയറക്ടർ പറഞ്ഞു സ്ലോ മോഷനിൽ എടുക്കാൻ, സ്ലോ മോഷൻ ഞാൻ വേണ്ട 24 മതി സാർ, അടിപൊളി ഇരിക്കുന്നു. അപ്പം പുള്ളിനെ കണ്ടപ്പം പിന്നെ കൊള്ളാമേടാ, ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു എന്നുള്ള പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യുകയാണ്, എന്താണ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നത്? ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഇത് വേറൊരു തരത്തിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ നോർമൽ ക്ലീഷേ കാണുന്ന പോലത്തെ ഒരു ഹൊറർ പടമല്ല, റിയൽ ലൈഫിലുള്ളൊരു സാധനമാണ് ആക്ച്വലി. നിങ്ങൾക്കൊരു ഇരുട്ടുള്ള മുറിയിൽ എങ്ങനെ നടന്നു കയറുമ്പോൾ ഒരു പേടി വരുന്ന ആ പേടി ഇവിടെയും വരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇതിലെ ആർട്ടിസ്റ്റുകളെല്ലാവരും നിങ്ങൾ പുതുമുഖങ്ങളുള്ള രീതിയിൽ കാണരുത്, അവരൊരു കഥാപാത്രങ്ങളുള്ള രീതിയിൽ കാണുക. കാരണം അവരുടേതായിട്ടുള്ള ഫോൾട്ട് ഉണ്ടാവും. കാരണം
ഞാൻ ഈ പറയുന്ന അഭിപ്രായമായിരിക്കില്ല ഇപ്പം ബ്രോയ്ക്കുള്ളത്, താങ്കൾക്കുള്ളത്. ഇപ്പം താങ്കളുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്, അതുപോലെ ആയിരിക്കില്ല ബാക്കി ഓഡിയൻസ്. സോ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളെ തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയം ആവട്ടെ. താങ്കൾക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഡോക്യുമെന്ററീസ് ആണ് ഇഷ്ടമല്ലേ? അതെ, പക്ഷേ എന്നും പറഞ്ഞ സിനിമ കിട്ടിയാൽ ചെയ്യാതിരിക്കാത്തൊന്നുമില്ല. ഞാൻ ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യും. കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എടാ ഇങ്ങനെ സിനിമ ചെയ്യണം, ഞാൻ പിന്നെ എന്താ ചെയ്യാമല്ലോ എന്നാലേ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടണം, നമ്മളെ വിശ്വസിച്ച് ഒരാൾ തരണം. അതെ, ഞാനതാണ് ഈ സിനിമ ഞാൻ ചെയ്തതുകൊണ്ടാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നാളെ പറയാം ഈ ഫിലിം ഞാനാണ് ചെയ്തത് എന്നുള്ള ഇത് പറയാമല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.